കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ നമ്പർ, അതേപോലെ ഹെക്സ നമ്പർ, ഒക്ടൽ നമ്പർ. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്നാണ്. ഡെസിമൽ നമ്പർ ടു ബൈനറി നമ്പർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 27 ബേസ് 10, 27 ബേസ് 10, 27ൻ്റെ ഈക്വലായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടെത്തണം. നമ്മളൊരു ബൈനറി നമ്പർ തന്നാൽ അതിനെ കണ്ടുപിടിക്കുന്നത് 2ൻ്റെ പവർ ഉപയോഗിച്ച് ഗുണിച്ചിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് 27നെ 2 കൊണ്ട് ഹരിക്കണം. 27നെ 2 കൊണ്ട് ഹരിച്ചാൽ 27 2 13 പ്രാവശ്യം പൂർണ്ണമായിട്ട് അടങ്ങുന്നതായിരിക്കും. അതിൻ്റെ റിമൈൻഡർ സിസ്റ്റം 1. അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും 13നെ 2 കൊണ്ട് ഹരിക്കണം. 13ൽ 2 6 പ്രാവശ്യം പൂർണ്ണമായിട്ട് അടങ്ങും. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഹരിക്കണം. 6ൽ 2 3 പ്രാവശ്യം. റിമൈൻഡർ 0, സിസ്റ്റം 0. വീണ്ടും 2 കൊണ്ട് ഹരിക്കണം. 1 പ്രാവശ്യം അടങ്ങും. സിസ്റ്റം 1. വീണ്ടും 1നെ 2 കൊണ്ട് ഹരിക്കണം. 1ൽ 2 പൂർണ്ണമായിട്ട് അടങ്ങയില്ല. അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് 0 ആണ്. സിസ്റ്റം വരുന്നത് 1. റിമൈൻഡർ 1. ഇനി നമ്മൾ എഴുതുമ്പോൾ വാല്യൂ കൊടുക്കുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് രീതിയിലാണ്. താഴെ നിന്ന് മുകളിലോട്ടാണ് വാല്യൂ എഴുതേണ്ടത്. ഫസ്റ്റ് വാല്യൂ 1, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതി പോകണം. 1 1 0 1 1 ബേസ് 2. ഇതാണ് 27 എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പർ. 27 ബേസ് 10 ഈക്വൽ ടു 11011 ബേസ് 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 29.25 ബേസ് 10, 29.25 ബേസ് 10. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ 29നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 29നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 29 29ൽ 2 14 പ്രാവശ്യം പൂർണ്ണമായിട്ട് അടങ്ങും. 2 × 14 28. അപ്പോൾ സിസ്റ്റം എത്ര ഉണ്ട്? 1. വീണ്ടും 14നെ 2 കൊണ്ട് ഹരിക്കണം. 14 2 കൊണ്ട് ഹരിച്ചാൽ 7 പ്രാവശ്യം പൂർണ്ണമായിട്ട് അടങ്ങും. 2 × 7 14. 14 - 14 0, സിസ്റ്റം 0. വീണ്ടും 2 കൊണ്ട് 7നെ ഹരിക്കണം. 7ൽ 2 3 പ്രാവശ്യം. 2 × 3 6. 7നെ ഹരിച്ചപ്പോൾ 3 പ്രാവശ്യമാണ് ഇവിടെ. സിസ്റ്റം 1. 2നെ ഹരിക്കണം. 2 കൊണ്ട് 3നെ ഹരിക്കണം. 1 പ്രാവശ്യം പൂർണ്ണമായിട്ട് അടങ്ങും. സിസ്റ്റം 1. വീണ്ടും 1നെ 2 കൊണ്ട് ഹരിക്കണം. അടങ്ങില്ല, 0 ആണ്. അപ്പോൾ അത്ര വരുന്ന സിസ്റ്റം 1. ഇനി 29 ബേസ് 10ൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. ബോട്ടം അപ്പ് അപ്രോച്ചാണ്. താഴെ നിന്ന് മുകളിലോട്ടാണ് ആദ്യം വാല്യൂ എഴുതേണ്ടത്. ഈക്വൽ ടു ഈ രീതിയിലാണ് എഴുതേണ്ടത്. ആദ്യം 1 1 1 0 1 ബേസ് 2. ഇതാണ് 29 ബേസ് 10ൻ്റെ ഈക്വൽ ആയിട്ടുള്ള ബൈനറി നമ്പർ. ഇനി നമുക്ക് ഒരു സെക്ഷൻ കൂടിയുണ്ട്, 0.25. ഈ 0.25 ബേസ് 10ൻ്റെ കണ്ടുപിടിക്കാം. 0.25 ബേസ് 10. ഇവിടെ നമ്മൾ ബൈനറി ഫ്രാക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ പോയിൻ്റുള്ള സെക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. 2 കൊണ്ട് ഗുണിക്കണം. 0.25 × 2 ഈക്വൽ ടു 0.5.
അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് മാറ്റി വെക്കുക. 0. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം? 0.5നെ 2 കൊണ്ട് ഗുണിക്കുക. 0.5 ഇൻറ്റു 2 ഈക്വൽ ടു 1.0. അപ്പോൾ ഇൻറ്റീജർ പാർട്ട് മാറ്റി വെക്കണം. ഇൻറ്റീജർ പാർട്ട് 1. പിന്നെ പോയിൻറ്റിന് ശേഷമുള്ളത് എന്താണ്? 0 ആണ്. ഇനി അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ വാല്യൂ എഴുതിയാൽ മതി. നേരത്തെ ചെയ്തത് 29നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടുള്ള വാല്യൂ ആണ് എഴുതിയത്. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ്, മുകളിൽ നിന്ന് താഴോട്ട്, ടോപ്പ് ഡൗൺ ആണ് എഴുതേണ്ടത്. .25 base 10 equal to .01. അത് 0.1 base 2. ഇനി നമുക്ക് ആൻസർ എഴുതാം. 29.25 ഈക്വൽ ടു 29.25 equal to 1101 .01 1101.01 base 2. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കുന്നതാണ്. കൺവേർട്ട് ഡെസിമൽ നമ്പർ ടു ഒക്ടൽ നമ്പർ. ഒരു ഒക്ടൽ നമ്പർ തന്നിട്ട് ആ ഡെസിമൽ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 8ൻ്റെ പവർ ഉപയോഗിച്ച് ഗുണിച്ചിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. 8 കൊണ്ട് ഡെസിമൽ നമ്പറിനെ ഹരിക്കണം. 74 base 10. 74 base 10. 74 എന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 74 8 9 പ്രാവശ്യം 9 8 72. അപ്പം സിസ്റ്റം എത്ര ഉണ്ട്? 2. വീണ്ടും 8 കൊണ്ട് ഹരിക്കുക. 8 9 8 ഒരു പ്രാവശ്യം, സിസ്റ്റം 1. വീണ്ടും 8 കൊണ്ട് ഹരിക്കണം. 1നെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, അപ്പോൾ 0 എഴുതണം, സിസ്റ്റം 1. ഇനി വാല്യൂ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഏതെഴുതണം? 112 base 8. 74 base 10 equal to 74 base 10 equal to 112 base 8. അടുത്ത ക്വസ്റ്റ്യൻ 127.1400625 ബേസ് 10. എന്ത് ചെയ്യണം? ആദ്യം 127നെ 8 കൊണ്ട് ഹരിക്കണം. 127 ബേസ് 10 127നെ 8 കൊണ്ട് ഹരിക്കണം. 127 8 എത്ര പ്രാവശ്യം അടങ്ങും പൂർണ്ണമായിട്ട്? 15 പ്രാവശ്യം. സിസ്റ്റം വരുന്നത് 7. വീണ്ടും 15നെ 8 കൊണ്ട് ഹരിക്കണം. എത്ര പ്രാവശ്യം അടങ്ങും? ഒരു പ്രാവശ്യം. സിസ്റ്റം 7. വീണ്ടും 8 കൊണ്ട് 1നെ ഹരിക്കണം. പൂർണ്ണമായിട്ട് അടങ്ങില്ല, 0 പ്രാവശ്യമാണ്. സിസ്റ്റം 1. ഈ വാല്യൂ 127ന് ഈക്വൽ ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് 177. 127 ഈക്വൽ ടു ബേസ് 8. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ .1400625 ബേസ് 10. ഈ സംഖ്യയുടെ
ഈക്വലായിട്ടുള്ള ഒക്ടൽ നമ്പർ കാണണം. എന്ത് ചെയ്യണം? ഈ സംഖ്യയെ 8 കൊണ്ട് ഗുണിക്കണം. 0.140625 ഇൻറ്റു 8 എത്ര കിട്ടും? 1.125. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻറ്റീജർ പാർട്ട് റൈറ്റിലോട്ട് മാറ്റി വെക്കുക. വീണ്ടും 0.125നെ 8 കൊണ്ട് ഗുണിക്കണം. 0.125 ഇൻറ്റു 8 ഈക്വൽ ടു 1.0. ഇൻറ്റീജർ പാർട്ട് 1. ഇനി 0 ആണ് ഇനി വരുന്ന പോയിൻ്റ് ശേഷം ഇനി ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇനി മുകളിൽ നിന്ന് താഴോട്ട് ടോപ്പ് ഡൗൺ രീതിയിൽ സംഖ്യ എഴുതണം. 0.40625 ഈക്വൽ ടു 0.11 ബേസ് 8. ഇനി നമുക്ക് രണ്ട് സംഖ്യയോട് ചേർത്ത് എഴുതണം. അതായത് 127.140.625 ബേസ് 10 ഈക്വൽ ടു 177.11 ബേസ് 8. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഡെസിമൽ നമ്പർ തന്നാൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം. കൺവേർട്ട് ഡെസിമൽ നമ്പർ ടു ഹെക്സാ ഡെസിമൽ നമ്പർ. ഹെക്സാ ഡെസിമൽ തന്നാൽ ഈക്വൽ ആയിട്ടുള്ള ഡെസിമൽ കണ്ടുപിടിക്കാൻ അറിയാം. എന്ത് ചെയ്തു? 16ൻ്റെ പവർ ഉപയോഗിച്ച് ഗുണിച്ചിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ 16 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. 427 ബേസ് 10 എന്നുള്ളൊരു സംഖ്യയുടെ ഈക്വൽ ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കുക. 427 ബേസ് 10 എന്ത് ചെയ്യണം? 427നെ 16 കൊണ്ട് ഹരിക്കണം. 427നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 26 പ്രാവശ്യം പൂർണ്ണമായിട്ട് അടങ്ങും. സിസ്റ്റം 11 വരുന്നത്. 11 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് മാറ്റേണ്ടത് എങ്ങോട്ടാ? ഡെസിമലിലോട്ട്. അപ്പോൾ 11ൻ്റെ ഡെസിമൽ വാല്യൂ എഴുതണം ബി. ഇത് തെറ്റിപ്പോകരുത്, ശ്രദ്ധിച്ച് എഴുതണം. ഇനി 26നെ 16 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം അടങ്ങും? ഒരു പ്രാവശ്യം. സിസ്റ്റം വരുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഡെസിമൽ നമ്പർ തന്നാൽ എങ്ങനെ അതിൻ്റെ ഹെക്സാ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കും. അതായത് കൺവേർട്ട് ഡെസിമൽ നമ്പർ ടു ഹെക്സാ ഡെസിമൽ. നമ്മൾ ഒരു ഹെക്സാ ഡെസിമൽ തന്നാൽ അതിൻ്റെ ഡെസിമൽ കണ്ടുപിടിക്കാൻ ചെയ്ത് കഴിഞ്ഞതാണ്. എന്ത് ചെയ്തു? 16ൻ്റെ പവർ ഉപയോഗിച്ച് ഗുണിച്ചിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ്, ഗുണിക്കുന്നതിന് പകരം ഹരിക്കണം. 16 കൊണ്ട് ഹരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1 427 ബേസ് 10. 427 ബേസ് 10. 427നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 427നെ 16 കൊണ്ട് ഹരിച്ചാൽ 26 പ്രാവശ്യം പൂർണ്ണമായിട്ടടങ്ങും. സിസ്റ്റം 11. സിസ്റ്റം റിമൈൻഡർ 11. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങോട്ടാ? ഡെസിമലിലോട്ട്. അപ്പം 11 എഴുതാൻ പാടില്ല. 11ൻ്റെ എന്നുള്ള ഡെസിമൽ വാല്യൂവിൻ്റെ ഹെക്സാ വാല്യൂ എഴുതണം. അതായത് ബി ആണ്. ഇനി വീണ്ടും 26നെ 16 കൊണ്ട് ഹരിക്കണം. എത്ര പ്രാവശ്യം അടങ്ങും? ഒരു പ്രാവശ്യം. സിസ്റ്റം എത്ര വരുന്നുണ്ട്? 10. അതിൻ്റെ ഹെക്സാ വാല്യൂ, ഡെസിമലിൻ്റെ ഹെക്സാ വാല്യൂ എത്രയാണ്? എ. ഇനി വീണ്ടും 16 കൊണ്ട് 1നെ ഹരിക്കുമ്പോൾ 0, റിമൈൻഡർ 1, സിസ്റ്റം 1. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് എഴുതേണ്ടത്. 427 ഈക്വൽ ടു 427 ബേസ് 10 ഈക്വൽ ടു എന്താണ്? 1AB. അപ്പോൾ 427 ബേസ് 10 ഈക്വൽ ടു 1AB ബേസ് 16. അടുത്ത ക്വസ്റ്റ്യൻ 679.
670.296875 ബേസ് 10. എന്ത് ചെയ്യണം? 679നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 679ൽ 16 42 പ്രാവശ്യം പൂർണ്ണമായിട്ടടങ്ങും. സിസ്റ്റം റിമൈൻഡർ 7. വീണ്ടും 42നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 42 2 പ്രാവശ്യം. റിമൈൻഡർ 10. അപ്പോൾ 10ൻ്റെ വാല്യൂ എന്താണ്? ഹെക്സാ വാല്യൂ എ. വീണ്ടും 2നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പൂർണ്ണമായിട്ട് അടങ്ങില്ല, അപ്പം 0. റിമൈൻഡർ 2. ഇനി ബോട്ടം അപ്പ് അപ്രോച്ച് രീതിയിൽ എഴുതണം. അതായത് 679 ബേസ് 10 ഈക്വൽ ടു 2a7 ബേസ് 16. ഇനി നമുക്ക് പോയിൻ്റുള്ള സംഖ്യ വരുന്നുണ്ട് അല്ലേ? പോയിൻ്റ് 296875 ബേസ് 10. ഇതിനെന്ത് ചെയ്യണം? 296875 ഇൻറ്റു 16. എത്ര കിട്ടും? 4.75. ഇൻറ്റീജർ പാർട്ട് ലെഫ്റ്റിലോട്ട് മാറ്റി വെക്കണം. 4. ഇനി 0.75നെ 16 കൊണ്ട് ഗുണിക്കണം. 0.75 ഇൻറ്റു 16 ഈക്വൽ ടു 12.0. ഇപ്പോൾ 12 മാറ്റി വെക്കണം. പക്ഷേ 12ൻ്റെ എന്ത് എഴുതേണ്ട വാല്യൂ? 12 12ൻ്റെ വാല്യൂ നമ്മൾ 12ൻ്റെ വാല്യൂ എത്രയാണ്? സി. ഇനിയും 0 ആണ് വരുന്നത് അല്ലേ? പോയിൻ്റ് ശേഷം ഇനി ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ആ വാല്യൂ എഴുതിയാൽ മതി. ഈക്വൽ ടു 0.296875 ഈക്വൽ ടു 0.4c ബേസ് 16. ഇനി നമുക്ക് ആൻസർ ചേർത്തെഴുതാം. $679.296875 ബേസ് 10 ഈക്വൽ ടു 2a7.4c ബേസ് 16.